70കളുടെ ഒടുക്കം. അടിയന്തരാവസ്ഥ കഴിഞ്ഞു. വസന്തത്തിന്റെ ഇടിമുഴക്കം കേരളത്തിലും വേഗത്തിൽ അവസാനിച്ചു. പി രാജൻ രക്തസാക്ഷിയായി. അടിയന്തരാവസ്ഥയുടെ വേദനകൾ ഏറ്റുവാങ്ങി. എന്നിട്ടും കെ കരുണാകരൻ ജനാധിപത്യത്തിൽ അധികാരമേറ്റു. ആയിടയ്ക്കാണ് ത്രിപുര മലയാളിയുടെ മനസ്സിലേക്ക് കയറി വന്നത്. ചുവപ്പൻ ബംഗാളിന്റെ ഉടപ്പിറന്നോൾ, വടക്കുകിഴക്കിന്റെ അരുണതാരകം, നൃപൻ ചക്രവർത്തി മുഖ്യമന്ത്രി. അങ്ങനെ കഴിഞ്ഞ തലമുറയുടെ ഓർമ്മപ്പെരുക്കങ്ങളിൽ ത്രിപുര കയറി. അന്നത്തെ പുതുമുറക്കാർക്കും ത്രിപുര എന്ന പേര് ഹൃദിസ്ഥമായി. ഇടതുപക്ഷം അധികാരമേറുമ്പോഴൊക്കെ സഖാക്കൾ മുദ്രാവാക്യം മുഴക്കി. ബംഗാൾ, ത്രിപുര, കേരളമായി. ചെങ്കൊടി ഞങ്ങൾ പാറിക്കും, ചെങ്കോട്ടയിലും പാറിക്കും. മുദ്രാവാക്യങ്ങൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. കേട്ടുവളർന്ന ആ ത്രിപുരയെപ്പറ്റി മലയാളിക്ക് പക്ഷേ എന്തറിയാം? മുദ്രാവാക്യത്തിനപ്പുറം അധികമൊന്നും അറിയില്ലെന്നതാണ് വാസ്തവം. അറിയണോ ത്രിപുരയെപ്പറ്റി? ഇതാണത്. 50 കൊല്ലം മുമ്പുള്ള കേരളം. ഇവിടെ കാണാം ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, കുടുംബ ബന്ധങ്ങൾ, ജീവിത രീതികൾ, മുറ്റത്തെ അമരപ്പന്തലുകൾ, വേലിത്തലപ്പിലെ ശവന്നാറിപ്പൂക്കൾ, പാടയിറമ്പിൽ മത്തനും കുമ്പളവും വെള്ളരിയും പടവലങ്ങയും കയ്പപ്പന്തലും, വഴിവക്കുകളിൽ മാവും പിലാവും പുളിയും കവുങ്ങും. കാലമെത്തുമ്പോൾ ഇപ്പോഴും തേന്മാവിനൊപ്പം മുല്ലയും അശോകവും ഇലഞ്ഞിയും പൂക്കും. തകരപ്പാട്ടമേഞ്ഞ വീടുകൾ, പടിപ്പുര പോലും കാണാം. വീടിനോട് ചേർന്ന് കാലിത്തൊഴുത്ത്, മുറ്റത്ത് വൈക്കോൽ തുറുവുണ്ട്. കാർഷിക സംസ്കാരമാണ് നാട്ടിലുടനീളം. ആഘോഷങ്ങൾ മിക്കതും വിളവെടുപ്പിനോട് ബന്ധപ്പെട്ടത്. കാവുകളിൽ വേല പോലെ കെട്ടിപ്പൊക്കിയ പന്തലുകളിൽ ഭജനയും ഘോഷങ്ങളും. മനുവും ഗോമതിയും പോലുള്ള നദികൾ. മഴക്കാലത്ത് ഇവ നിറഞ്ഞൊഴുകും. പിന്നീട് ചെറുനീരരുവികളായി കണ്ണീരൊഴുക്കും. ഗൃഹാതുരത്വത്തിന്റെ ജലപാളികളെ വകഞ്ഞുമാറ്റി ഓർമ്മക്കുളിരിലേക്ക് ഊളിയിടും മുമ്പ്. പക്ഷേ ഓർക്കുക, ഇത് കേരളമല്ല. 3 വശവും ബംഗ്ലാദേശിനാൽ ചുറ്റപ്പെട്ട ഉപദ്വീപ്. പ്രക്ഷുബ്ധമാണ് രാഷ്ട്രീയം. അയൽ രാജ്യത്തിന്റെ അതിരടയാളങ്ങളുമായുള്ള അമ്പരപ്പിക്കുന്ന അടുപ്പം ത്രിപുരയ്ക്ക് സമ്മാനിക്കുന്നത് രാഷ്ട്രീയ അസ്വസ്ഥതകളാണ്. What should I say? There was nothing. Our state was engulfed by Bangladesh border from 3 sides. We were completely isolated from the mainland states of our country. So from that one can easily imagine what is the state of affair of the state. In agriculture, in communication, in education, in industry, in all these sectors, we were lagging far behind. For all these things, people of the state were not responsible. Government of India, they had not given due attention to the problems being faced by the people of the state. It was their responsibility. അഗർത്തലയിലെ മ്യൂസിയത്തിൽ സ്റ്റഫ് ചെയ്തു വച്ചിട്ടുണ്ട് ത്രിപുരയുടെ ചരിത്രം. 184 രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ട് ഈ നാട്. സംസ്കാര സമ്പന്നം. പണ്ടത്തെ ഭാഷ ത്രിപുരി. ഇന്ന് ബംഗാളിയാണ് പ്രധാനം. റീങ്, ജമാത്തിയ, ചക്മ, ലുഷായി, ഭില്ലുകൾ, ഉഷായിമാർ, സന്താളുകൾ, ഖാസിയകൾ, ഇങ്ങനെ 17 പ്രധാന ആദിവാസി വിഭാഗങ്ങൾ. ശ്രദ്ധേയം, ഇന്നും ഓരോ സമൂഹവും സ്വന്തം സംസ്കാരത്തെ സംരക്ഷിക്കുന്നു എന്നതാണ്. ശൈവാരാധകരാണ് പല ആദിവാസി വിഭാഗങ്ങളും. പൊതുവെ അമ്മ ദൈവങ്ങളും കീഴാള ദൈവങ്ങളുമാണ് പ്രബലം. അഗ്നിയും വരുണനും ആകാശവും വായുവും ആരാധനാമൂർത്തികളാണ് ഗ്രാമങ്ങളിൽ. വിദ്യാധിദേവതയായ സരസ്വതിക്കായി മാഘമാസത്തിൽ പൂജ. നമോ സരസ്വതീം മഹാഭാഗേ വിദ്യേ കമലാലോചനേ വിദ്യാരൂപേ എങ്കിലും പൊതുവെ കരുണയേക്കാൾ ബലിയാണ് ദൈവങ്ങൾക്കും ഇഷ്ടം.
ആദിവാസികളിൽ പകുതിയിലേറെ ത്രിപുരികളാണ്. കാടു വെട്ടിത്തെളിച്ച് നടത്താറുള്ള ജൂം കൃഷിയാണ് അടുത്തിടെ വരെ ത്രിപുരികൾ നടത്തിപ്പോന്നത്. ഓരോ തവണയും കൃഷിയിടം മാറുന്നു. വിളവെടുപ്പ് കഴിഞ്ഞാൽ ഗരിയ നൃത്തമാണ്. ലബാനോ ഭുമാങ്ങി നൃത്തവും മുഖ്യം. ഹൊസാഗിരി നൃത്തവുമായി റിയാങ്കുകളുണ്ട്. ബിസു നൃത്തമാണ് ചക്മകളുടെ മുദ്ര. പഴഞ്ചൊല്ലുകളുടെ ശേഖരമുണ്ട് ആദിവാസിയുടെ സാംസ്കാരിക സഞ്ചയത്തിൽ. ആളധികമായാൽ പാമ്പ് ചാവില്ലെന്ന് മലയാളി പണ്ട് പറഞ്ഞതുപോലെ ഇന്നും ത്രിപുര ഓർക്കുന്നു. 10 എണ്ണത്തിനെ പെറ്റാൽ തള്ളക്കിരിക്കാൻ ഇടമുണ്ടാവില്ല. സ്ത്രീകൾക്ക് കുടുംബവ്യവസ്ഥയിൽ പ്രത്യേക അവകാശങ്ങളുണ്ട്. വീട്ടിനു പുറത്ത് പണിക്കു പോകുമ്പോഴും സ്ത്രീയെ ആദരിക്കുന്നു. തീവ്രവാദികൾ പോലും സ്ത്രീകളെ ഉന്നം വയ്ക്കാറില്ല. ആദിവാസികൾ പക്ഷേ അവരുടെ പഴയ വേഷം പതുക്കെ ഉപേക്ഷിക്കുകയാണ്. ജീൻസും ടോപ്പുമാണ് പുതിയ വേഷം. ബംഗാളികൾക്ക് ഇന്നും പരമ്പരാഗത വേഷങ്ങളോടാണ് പ്രിയം. 9ാം ക്ലാസ് മുതൽ സ്കൂളുകളിൽ പെൺകുട്ടികൾക്ക് സാരിയാണ് വേഷം. ആൺകുട്ടികൾക്ക് പാൻ്റാണ് യൂണിഫോം. വേഷവിധാനത്തിൽ സമ്പന്നമായ ത്രിപുര പക്ഷേ ഇന്ന് പേടിക്കുന്നത് പ്രച്ഛന്നവേഷക്കാരായ രാഷ്ട്രീയക്കാരെയാണ്. അടിയന്തരാവസ്ഥയ്ക്ക് പിമ്പെ അധികാരമേറ്റ CPM തന്നെയാണ് ഇന്നും ഈ മണ്ണിന്റെ രാഷ്ട്രീയ വിക്ഷോഭങ്ങളിലെ ചാലകശക്തി. ആദ്യം ചെങ്കൊടിക്കീഴിൽ മുഖ്യമന്ത്രിയായ നൃപൻ ചക്രവർത്തിയെ 1988 ത്രിപുര ഉപജാതി ജൂബ സമിതിയുടെ പിന്തുണയോടെ കോൺഗ്രസ് വലിച്ചു താഴെയിറക്കി. സുബോധ് രഞ്ജൻ മജുംദാർക്കും സമീർ രഞ്ജൻ ബർമനുവൊന്നും പക്ഷേ അധികകാലം വാഴാനായില്ല. ഗ്രൂപ്പ് വഴക്കുകൾ കേരളത്തിലെ പോലെ ത്രിപുരയിലും കോൺഗ്രസിന് തിരിച്ചടിയായി. 90കൾ ത്രിപുര രാഷ്ട്രീയത്തെ സംഭവബഹുലമാക്കി. കോൺഗ്രസിനെ തറപറ്റിച്ച് CPM അധികാരം തിരിച്ചുപിടിച്ചു. നൃപൻ ചക്രവർത്തിയെ CPM പുറത്താക്കി. ആദിവാസി നേതാവ് കൂടിയായ ദശരഥ് ദേബ് മുഖ്യമന്ത്രിയായി. ഉപജാതി ജൂബ സമിതി പേരുമാറ്റി പിളർപ്പിനെ നേരിട്ടു. ഇൻഡിജിനസ് നാഷണൽ പാർട്ടി ഓഫ് ത്രിപുര എന്ന INPTക്ക് പഴയ പ്രതാപം തിരിച്ചുപിടിക്കാനായില്ല. കോൺഗ്രസ് ഗ്രൂപ്പുകൾ അധികാരമില്ലാതെയും വളർന്നു. കുടുംബവാഴ്ചയുടെ പുതിയ സമവാക്യങ്ങൾ ചമച്ചു. അവസാന നാളുകളിൽ നൃപൻ ചക്രവർത്തിയെ CPM തിരിച്ചെടുത്തു. പിന്നെ മരണക്കിടക്കയിൽ ചെങ്കൊടി പുതപ്പിച്ച് ആദരിച്ചു. ദശരഥ് ദേബ് വിടവാങ്ങി. മണിക് സർക്കാർ മുഖ്യമന്ത്രിയായി. ഇന്നും മണിക് സർക്കാരാണ് ത്രിപുരയിൽ മുഖ്യമന്ത്രി. 60-അംഗ നിയമസഭയിലേക്കുള്ള പുതിയ തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയുടെ അമരക്കാരൻ. ഇന്ത്യയിലെ ഏറ്റവും ദരിദ്രനായ മുഖ്യമന്ത്രി. 13,000 രൂപയാണ് മൊത്തം സമ്പാദ്യം. സ്വന്തമായി വീടില്ല. വിദ്യാഭ്യാസ വകുപ്പിൽ ജീവനക്കാരിയായ ഭാര്യ പാഞ്ചാലി സർക്കാരിന്റെ ഫ്ളാറ്റാണ് ഔദ്യോഗിക വസതി. പാർട്ടി നൽകുന്ന 4,000 രൂപ മാസശമ്പളം. ചെയ്തു തീർത്ത വികസന നേട്ടങ്ങൾക്ക് പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. We have been putting stress on the development of agri and allied sector. That was most important. Then we started paying attention to the development of our infrastructure, mainly connectivity, road, rail, air connectivity, and also telecommunication. Very, very important. Education, Medicare, and job generation. 45 സീറ്റിൽ ജയിക്കുമെന്നാണ് CPM ഉറപ്പിക്കുന്നത്. കൂടാരങ്ങളിൽ തികഞ്ഞ ആത്മവിശ്വാസം. അഴിമതിക്കെതിരായി വികസനത്തിനു വേണ്ടി ചെങ്കൊടിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി ബൈദ്യനാഥ് മജുംദാർ. Our agenda is development. Left-hand government can give guarantee of development, they cannot. So, people of Tripura will largely vote for us, we get more seats. ഇടതുമുന്നണിയിൽ കല്ലുകടിയായി ഫോർവേഡ് ബ്ലോക്കുണ്ട്. ഒന്നിൽ കൂടുതൽ സീറ്റ് കിട്ടാത്ത അരിശം തീർക്കാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ പിന്മുറക്കാർ മുന്നണി വിട്ടു. ഇപ്പോൾ 13 ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. How to run the left front in the right direction, in the proper track, and we, as far as our possibility, within our framework, we are trying to give the message to the people of Tripura, particularly. At the same time, the other part of the country also, the left parties should be united on the basis of some common agenda, and that is the only one, the first one, that you cannot ignore. This is the agenda which already been, we have a common minimum program like this, but here the CPIM agenda they are trying to impose, and in the name of left front.
This is the big brother attitude. We cannot tolerate. കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതാവ് രത്തൻലാൽ നാഥ്, PCC പ്രസിഡന്റ് സമീർ രഞ്ജൻ ബർമൻ, INPT യാണ് മുഖ്യ സഖ്യകക്ഷി. അമിതമായ ആത്മവിശ്വാസമില്ല. തോൽക്കുമെന്ന് പറഞ്ഞ പ്രചാരണത്തിനിറങ്ങാൻ പറ്റാത്തതിനാൽ 31 സീറ്റ് കിട്ടുമെന്നാണ് അവകാശവാദം. জাতীয় কংগ্রেসের প্রার্থী এই এলাকার আপনার আমার সুপরিচিত তরুণ তরুণী নেত্রী শুক্লা দাসকে ভোট দিন। জয় হিন্দ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്രമക്കേടില്ലാതെ തെരഞ്ഞെടുപ്പ് നടപടി പൂർത്തിയാക്കിയാൽ കോൺഗ്രസ് അധികാരമേറുമെന്ന് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി. It is an election in between the party in power and the people of the state. From the voter list of the 2003, more than 250,000 voters, dead, false, minor, foreign nationals' names have been omitted. And with these voters, false voters, they used to rig the election. അഴിമതിക്കെതിരെയാണ് കോൺഗ്രസ് വോട്ട് തേടുന്നതെന്ന് പ്രതിപക്ഷ നേതാവ്. അഴിമതിക്കാരനല്ലെങ്കിലും മണിക് സർക്കാർ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നുവെന്നും പ്രതിപക്ഷം രോഷത്തോടെ പ്രഖ്യാപിക്കുന്നു. He is showing is I am simple, I am simple, I am simple. This is not at all. How it is possible? We have raised many issues regarding corruption. Number one, lottery scam. Number two, a printing of books corruption, midday meal corruption, and many other corruption, breeze corruption, and many other corruptions we already raised before the house and the floor of the house as well as outside of the house. Not a single case in society scam of health and many other scams already raised before the house and outside the house. Not a single case is not declared any commission of inquiry. 1949 ഇന്ത്യൻ യൂണിയനിൽ ചേരുമ്പോൾ ത്രിപുരയിൽ 70% ആദിവാസികളായിരുന്നു. ഇന്ന് ഇത് 30% താഴെ മാത്രം. അധിനിവേശത്തിന്റെ ഇടവേളകളില്ലാത്ത നൈരന്തര്യമാണ് ത്രിപുര നേരിടുന്ന പ്രതിസന്ധി. ആദിവാസികളെ ഇത് അസംതൃപ്തരാക്കുന്നു. ഈ പരാതികളിലാണ് INPTയുടെ പ്രത്യാശ. ഗോത്രവികാരങ്ങളുടെ വിസ്ഫോടനങ്ങൾ മുൻവർഷത്തെ നില മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് INPT. Young generation have feel that they are deprived of their economic right, they are deprived of the political right. So as a result, when they deprive of employment, and overall situation is going to bad to worse, especially to the rural areas and the tribal areas. Therefore, there are some sentiment issue is there. Until unless we get more power or more position in all front, not only in the political front, in business term, in economic term, education term, we are deprived. It is a fact. For the last 40-30 years, our people, our tribal people have lost in terms of economy, in terms of education, in terms of culture. So this kind of treatment, especially we receive by the government and by the central government. So this kind of feeling have among our tribal people that we are deprived, we are not getting our due share, we are not getting our democratic right, we are not getting our political right. So all these issues have some revolt among our tribal communities. 11,000 ചതുരശ്ര കിലോമീറ്ററുള്ള ത്രിപുരയിലെ 70%-ലധികവും ഭരിക്കുന്നത് ADC എന്ന ജില്ലാ സ്വയംഭരണ സമിതികളാണ്. ഇതും CPMന്റെ അധീനത്തിലാണ്. അധിനിവേശത്തിനെതിരായ പ്രശ്നങ്ങളാണ് INPT ഉന്നയിക്കുന്നത്. In job sharing, now job sharing maximum is going supposed to go for the general people, because 100-point roster is there. If they apply the 100-point roster, automatically tribal people will get the less benefit, that others people will get the maximum benefit. ഇതേ പ്രശ്നങ്ങളെ കുറെ കൂടി തീവ്രമായി ഉയർത്തുകയാണ് തീവ്രവാദി സംഘടനകൾ. നാഷണൽ ലിബറേഷൻ ഫ്രണ്ട് ഓഫ് ത്രിപുരയും ഓൾ ത്രിപുര ടൈഗർ ഫോഴ്സുമാണ് സായുധ കലാപം സ്വപ്നം കാണുന്ന സംഘടനകൾ. മണിപ്പൂരിലെയും നാഗാലാൻഡിലെയും തീവ്രവാദികളിൽ നിന്ന് വാങ്ങുന്ന കലാഷ്നിക്കോവ് തോക്കുകൾ തൊട്ട് റോക്കറ്റ് ലോഞ്ചറുകൾ വരെ ഉപയോഗിക്കാനറിയാവുന്ന പരിശീലനം സിദ്ധിച്ച 5000 സൈനികരുണ്ട് NLFTയിലെ പ്രമുഖ വിഭാഗത്തിന്. രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ വരുതിയിൽ കണക്കാക്കുന്നത് പരിശീലനം സിദ്ധിച്ച 600 സൈനികരെ. ഗ്രാമങ്ങളിൽ മിലീഷ്യ ഗ്രൂപ്പുകൾ എന്ന് വിളിക്കുന്ന പ്രത്യേകം പോരാളികൾ. ത്രിപുരയിലെ ഗ്രാമങ്ങളിൽ ഇന്നും സ്വതന്ത്രമായി സഞ്ചരിക്കാനാവില്ല.
CPM റാലി നടത്തുന്ന ഈ പാതയോരത്താണ് കഴിഞ്ഞ മാസം കുഴിബോംബ് പൊട്ടി 3 സൈനികർ മരിച്ചത്. കലാനിലെയും അംബാസയിലെയും കാട്ടുവഴികളിലൂടെ കടന്നു ചെല്ലുമ്പോൾ CRPF ജവാന്മാർ പറയും, സഞ്ചാരികളെ കടന്നുപോവുക, സ്വന്തം ഉത്തരവാദിത്വത്തിൽ മാത്രം. എന്നാൽ നിരോധിത ഗ്രൂപ്പുകളിലെ നേതാക്കളെ കണ്ടാൽ അവർ പറയും, ത്രിപുരയിലെ സംസ്കാരത്തെ ബലാത്സംഗം ചെയ്യുന്ന, ത്രിപുരയുടെ അഭിമാനത്തെ തകർക്കുന്ന, ത്രിപുരയിൽ നിന്ന് ത്രിപുരക്കാരെ തുരത്തുന്ന അധിനിവേശത്തിന്റെ ശക്തികൾക്ക് എതിരെയാണ് സമരം. ത്രിപുരയുടെ വിഭവങ്ങൾ കവരുന്നതല്ലാതെ ഇന്ത്യൻ സർക്കാർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? After the merger agreement, the Borok people, that means Tripura son of the soil, have lost everything. Their economic and politically. The ruler has come and that means infiltrator and migrate, illegal immigrants. We feel like this. With the help of the government machinery, the infiltrator, they have captured so many land, and khas land they have occupied. Even our Borok people, those who are living that area, that also khas land they have declared, and they have occupied everything. That is why so many political party we have seen, and they also demanded everything there. That autonomous DC council, like this they have demanded. Then, but in the politically, in democratic way, this failure we have feel like this. This is why with the arms revolution, the sons of the soil can restore their independence. അതെ, പ്രകൃതി വിഭവങ്ങളുടെ സമൃദ്ധിയാണ് ത്രിപുരയെ ശ്രദ്ധേയമാക്കുന്നത്. എണ്ണ കുഴിച്ചെടുക്കാൻ നിരവധി വിദേശ കമ്പനികൾ ത്രിപുരയിൽ എത്തിക്കഴിഞ്ഞു. നാളെയുടെ ഇന്ത്യയുടെ എണ്ണപ്പാടം ഈ മേഖലയിലെന്ന് പെട്രോളിയം കമ്പനികളുടെ സർവേകൾ. കേരളം കഴിഞ്ഞാൽ ഇന്ത്യയുടെ 2ാമത്തെ റബ്ബർ തലസ്ഥാനമെന്ന് റബ്ബർ ബോർഡിന്റെ കണക്കുകൾ. ഓറഞ്ചും ലീച്ചിയും തൊട്ട് മാങ്ങയും ചക്കയും കൈതച്ചക്കയും വരെ നീളുന്ന വിഭവങ്ങൾ. പാടങ്ങളിൽ ഇന്നും 100 മേനി വിളയുന്ന സുഗന്ധവാഹിയായ പ്രാദേശിക നെല്ലിനങ്ങൾ. ഉരുളക്കിഴങ്ങ് പാടങ്ങളും ക്യാബേജ് പാടങ്ങളും. ഇനിയും ബാങ്ക് കാണാത്തതിനാൽ വായ്പയെടുക്കാനോ ആത്മഹത്യ ചെയ്യാനോ മുതിരേണ്ടി വരാത്ത അധ്വാനശീലരായ കർഷകർ. കാർഷിക പ്രാധാന്യമുള്ള മേഖലയിലേക്ക് വിദേശ നിക്ഷേപം ഒഴുകിയെത്തുന്നു. വടക്കുകിഴക്കൻ മേഖലയിലെ ഈ മണ്ണിലേക്ക് നുഴഞ്ഞുകയറുന്നത് തീവ്രവാദികൾ മാത്രമല്ല, വ്യവസായികൾ കൂടിയാണ്. ത്രിപുര കാത്തിരിക്കുന്നത് വികസനത്തെയാണിപ്പോൾ. സുപ്രീം കോടതിയുടെ സമതാവിധിക്ക് ശേഷം ആദിവാസി ഭൂമി വ്യാവസായിക ആവശ്യത്തിനും മറ്റും ഉപയോഗിക്കാൻ പരിധികളുണ്ട്. അസന്തുലിത വികസനം പരിധിവിട്ടപ്പോഴാണ് ഉത്തര പൂർവേന്ത്യയിലെ കാടുകളിൽ വെടിമുഴങ്ങിയത്. വിദേശ അതിർത്തി കൂടുതലുള്ള മണ്ണിൽ അത് ഇനിയും നിലച്ചിട്ടുമില്ല. അക്രമത്തിന്റെ ചോരപ്പാടും ഉത്കണ്ഠയും നിറഞ്ഞ രാവുകൾ ഇന്നും ബാക്കിയാണ് ത്രിപുരയിൽ. കാഴ്ചയിൽ കേരളത്തെപ്പോലുള്ള ത്രിപുര ജനാധിപത്യത്തെ ജയിപ്പിക്കാൻ വീണ്ടും വോട്ടു തേടുമ്പോൾ സ്വഭാവത്തിൽ ഏറെ ഭിന്നമാണ്. ഭരണസ്ഥിരതയിലാണെങ്കിലും തോക്കിൻകുഴലിലാണെങ്കിലും സംസ്കാരധാരകളുടെ സംരക്ഷണത്തിലാണെങ്കിലും.